പൂജ പഠിതാക്കളുടെ കൂട്ടായ്മയായ താന്ത്രിക വൈദിക പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ 10, 11, 12 തീയതികളിൽ തുരുത്തിശ്ശേരി മുകുന്ദപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മഹായജ്ഞം നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. 10-ന് ആലുവ തന്ത്ര വിദ്യാപീഠം പ്രിൻസിപ്പൽ ബാലകൃഷ്ണ ഭട്ട് ഉദ്ഘാടനം ചെയ്യും. മണ്ണാർശാല സുബ്രഹ്മണ്യൻ നമ്പൂതിരി, ഏറാഞ്ചേരി ഹരിഗോവിന്ദൻ നമ്പൂതിരി, കാളത്തി മേക്കാട്ട് പരമേശ്വരൻ നമ്പൂതിരി എന്നിവർ പങ്കെടുക്കും. കാർത്തിക ദീപം തെളിയിക്കൽ, കലാപരിപാടികൾ, യോഗാചാര്യ ഷീജ കൃഷ്ണൻ കോക്കരമനയുടെ യോഗ ജ്ഞാന സമന്വയം, ശങ്കരാചാര്യ സ്വാമിയുടെ നിർവാണാഷ്ടകം, പ്രഭാഷണം, നൃത്തയോഗ എന്നിവയുണ്ടാകും. 11-ന് രാവിലെ 8-ന് ഉപനിഷത്ത് വിചാരസഭയിൽ 11 ഉപനിഷത്തുകളെ ആധാരമാക്കിയുള്ള ചർച്ചയിൽ 11 ആചാര്യർ പങ്കെടുക്കും. തുടർന്ന് ഉപനിഷത്ത് ആചാര്യ അനുമോദനം, വെളുത്തെടുത്ത് തരണനെല്ലൂർ പത്മനാഭൻ നമ്പൂതിരിപ്പാടിന്റെ പ്രഥമ ഗോവിന്ദ ഭഗവത് പാദ പുരസ്കാര സമർപ്പണം, കലാപരിപാടികൾ എന്നിവയുണ്ടാകും. ക്ഷേത്രത്തിൽ വെച്ച് 2025 ഒക്ടോബർ 10, 11, 12 തീയതികളിൽ താന്ത്രിക വൈദിക പഠന ഗവേഷണ കേന്ദ്രം ലോകത്താകമാനമുള്ള സനാതന ധർമ്മ പ്രചരണാർത്ഥം നടക്കുന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഈ യജ്ഞം ഈ 3 ദിവസങ്ങളായിട്ട് ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്നത്. ഈ യജ്ഞത്തിന്റെ ഭാഗമായിട്ട് പ്രദേശവാസികളായ ജനങ്ങളുടെയും ക്ഷേത്ര തുരുത്തിശ്ശേരി ഭരണസമിതിയുടെയും ക്ഷേത്ര പരിപാലന സമിതിയുടെയും സഹകരണത്തോടു കൂടിയിട്ട് ഒക്ടോബർ 10 വെള്ളിയാഴ്ച രാവിലെ ഗണപതി ഹോമത്തോടു കൂടി ആരംഭിക്കും. അന്ന് വൈകിട്ട് കാർത്തിക വിളക്കും, ഉച്ചയ്ക്ക് ആലുവ തന്ത്രവിദ്യാപീഠം പ്രിൻസിപ്പൽ ഈ യജ്ഞം ഉദ്ഘാടനം ചെയ്യും. യജ്ഞത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആഗമനമുള്ള പാരമ്പര്യ തന്ത്രിമാര്, അതുപോലെ തന്നെ ഉപാസകന്മാരായിട്ടുള്ള പൂജകന്മാരൊക്കെ ഈ യജ്ഞവേദിയിൽ എത്തിച്ചേരുന്നുണ്ട്. ഈ യജ്ഞത്തിന്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, 11-ാം തീയതി നടക്കുന്ന ഉപനിഷത്ത് വിചാര സദസ്സ്. 12-ന് രാവിലെ നടക്കുന്ന അക്ഷരപൂജ കേരളത്തിൽ ആദ്യമായി നടക്കുന്ന അപൂർവ ചടങ്ങാണ്. 51 പേർ 51 അക്ഷര ദേവതകളെ പൂജിക്കും. തുടർന്ന് ഋഗ്വേദ ആചാര്യൻ കോതമംഗലം വാസുദേവൻ നമ്പൂതിരി നയിക്കുന്ന ഋഗ്വേദ പാരായണം, ലിപി സരസ്വതി ഹോമം, അന്തർജന സഭയുടെ പുസ്തക പ്രകാശനം, കലാപരിപാടികൾ എന്നിവയുണ്ടാകും. നമുക്കറിയാം, കേരളത്തിലെ ഒട്ടനവധി സത്സംഗങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഉപനിഷത്തിനെ കുറിച്ച് വളരെ അഗാധമായും അതോടൊപ്പം ലളിതമായിട്ടും കേരളത്തിലെ വളരെ പ്രശസ്തരായിട്ടുള്ള 11 ഉപനിഷത്ത് പണ്ഡിതന്മാർ അല്ലെ സംസ്കൃത പണ്ഡിതന്മാർ നടത്തുന്ന ഉപനിഷത്ത് വിചാര സദസ്സ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ഒരു സംഗമം കൂടി 11-ന് നടക്കുകയാണ്. ആ സംഗമവേദിയിൽ ഒക്ടോബർ 11-ന് ശനിയാഴ്ച പ്രബന്ധ അവതരണം, തുടർന്ന് പ്രമുഖരായിട്ടുള്ള പയ്യന്നൂർ സംസ്കൃത കോളേജ് അധ്യാപകൻ കൊമ്പംകുളം അഗ്നിഹോത്രി വിഷ്ണു സോമയാജിപ്പാട്, അതുപോലെ തൃപ്പൂണിത്തറ കോളേജിലെ സംസ്കൃത അധ്യാപകർ ആയിട്ടുള്ള ജ്യോത്സ്ന, എഗിഡ നീലവന ഈശ്വരൻ നമ്പൂതിരി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സംസ്കൃത വിഭാഗം തലവനായിട്ടുള്ള സുന്ദരേശ്വരൻ സാറ്, ശ്രീകൃഷ്ണ കോളേജ് അധ്യാപകനായിട്ടുള്ള കാർത്തിക് ശർമ്മ, അതുപോലെ തന്നെ കാഞ്ഞാട് വാസുദേവൻ നമ്പൂതിരി, ചെന്നൈ സംസ്കൃത കോളേജിലെ വേദാന്ത പണ്ഡിതന്മാരായിട്ടുള്ള പെരിങ്ങര വാസുദേവൻ നമ്പൂതിരി, അങ്ങനെ പ്രശസ്തരായിട്ടുള്ള ഒട്ടനവധി പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ നേതൃത്വത്തിലാണ് ഈ 11-ാം തീയതി ഉപനിഷത്ത് വിചാര സദസ്സ് നടക്കുന്നത്. അതിനുശേഷം അന്ന് ഈ 2024-25 വർഷത്തിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അതിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ എല്ലാ വർഷവും ഒരു 50 സെറ്റ് നക്ഷത്ര വൃക്ഷങ്ങൾ വിതരണം ചെയ്യാറുണ്ട്. ഓരോ അമ്പലങ്ങൾ, അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങൾ, നാഗക്കോട്ടകളിൽ, സ്കൂളുകളിൽ, കോളേജുകളിലൊക്കെ 27 നക്ഷത്ര വൃക്ഷങ്ങളുടെ സെറ്റ് വിതരണം, അങ്ങനെ 50 സെറ്റ് എല്ലാ വർഷവും നൽകാറുണ്ട്. കഴിഞ്ഞ വർഷവും നൽകിയിട്ടുണ്ട്. ഇത് നൽകിക്കഴിഞ്ഞാൽ അത് വളരെ മികച്ച രീതിയിൽ പരിപാലിക്കുന്ന അംഗങ്ങളെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുത്ത് അവരെ അനുമോദിക്കുന്ന ഒരു ചടങ്ങ് ഈ വേദിയിൽ വെച്ച് നടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഉച്ചയ്ക്ക് 2-ന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ കേരളത്തിലെ പ്രമുഖ തന്ത്രിശ്രേഷ്ഠന്മാർ പങ്കെടുക്കും. പത്രസമ്മേളനത്തിൽ താന്ത്രിക വൈദിക പഠന ഗവേഷണ കേന്ദ്രം പ്രസിഡന്റ് എടക്കഴിപ്പുറം ശ്രീരാമൻ, ട്രഷറർ പ്രകാശ് വി അത്തിമൺ, ക്ഷേത്രം രക്ഷാധികാരി TN പ്രകാശൻ, അനൂപ് തുരുത്തി,
ക്ഷേത്രം സെക്രട്ടറി വേണുഗോപാൽ എന്നിവർ പങ്കെടുത്തു. കാരൻ ന്യൂസ് ബ്യൂറോ, നെടുമ്പാശ്ശേരി.